ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യ ആയുസ്സാഫ്യത്ത് ഉണ്ടാവട്ടെ. അതേപോലെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടിയിട്ട് നിങ്ങളും ദുആ ചെയ്യണം. ഞാനും എൻ്റെ മക്കളും കൂടി നിക്കാഹിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് മക്കളെ. ചെറിയൊരു വെയിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നല്ല വെള്ളമാണ് റോട്ടുമ്മലൊക്കെ. ദിയമോൾ വീഡിയോ എടുക്കണം, അപ്പോൾ ഞാൻ ഓടി വരുന്നതൊന്ന് കാണിച്ചു കൊടുത്താണ്. റോഡ് മുഴുവൻ വെള്ളമാണ് മക്കളെ, ഒന്നും പറയാനില്ല. കുടയില്ല, ബടിയില്ല. കാരണം ഒരു കുടയോ രണ്ട് കുട എടുത്തിട്ട് കാര്യമില്ല, ഇത് വെക്കാനും പിടിക്കാനും കഴിയുമില്ല മക്കളെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോട്ടുമ്മലേക്ക് ഇറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വണ്ടിയുമില്ല, വാഹനവുമില്ല, ഓട്ടോറിക്ഷയില്ല, ഒന്നും മക്കളെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ കഴിയുമെന്ന് വെച്ചിട്ട് ഞാൻ നടന്ന് നോക്കിയത്. ഇനി പറ്റൂല എന്ന് പറഞ്ഞ് അവിടുത്തെ കടയിലത്തെ ആൾ പറഞ്ഞ് നിങ്ങൾ വെറുതെ പോകണ്ട, നിങ്ങളെ ചെരുപ്പൊക്കെ കേട് വരും എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്ന് ഒന്നുമില്ല, ആ പാടത്തേക്ക് നോക്കിയാൽ വെള്ളവും പിന്നെ റോട്ടിലേക്ക് നോക്കിയാൽ വെള്ളം മാത്രമേ ഉള്ളൂ മക്കളെ, ഒന്നും പറയണ്ട. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി നിൽക്കാമെന്നിങ്ങനെ അല്ലാതെ ഒരു നിവർത്തിയില്ല. കണ്ടില്ല മക്കൾ, ആ പാടത്ത് കൂടെ വരുന്ന റോഡാണത്. ആ റോട്ടിൽ കൂടെ വെള്ളമായിട്ട് ഒരാൾ വരുന്നത്. അപ്പോൾ നമ്മൾ റേഷൻ കടൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഹംദാൻ്റെ ഷൂവിൻ്റെ കെട്ടഴിഞ്ഞോ ഒന്ന് കെട്ടിത്തരികയായിരുന്നു. രണ്ടാൾ അപ്പുറം പിടിച്ച് നിൽക്കുകയാണ്. ഞാനത് കെട്ടിക്കൊടുക്കുകയാണ് മക്കളെ. ഇവിടുന്ന് എന്തെങ്കിലും ഒരു വണ്ടി കിട്ടാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയൂല. കാരണം അതുപോലുള്ള തിരക്കാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പോകാൻ കഴിയൂല. പക്ഷെ എന്നാലും മഴയില്ല മക്കളെ, എന്തോ ഒരു സമാധാനമുണ്ട്, വെയിലുണ്ട് ചെറുതായിട്ട്. ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ കിടക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമാണ് മക്കൾ. ഓരോരോ വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണ്. പക്ഷേ ഓരോരുത്തരെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടത്തിലും തോന്നുന്നു മക്കളെ. ഇങ്ങനെയൊക്കെ ഓരോ വിധി. അങ്ങനെ നമുക്കൊരു ഓട്ടോറിക്ഷ പെട്ടെന്ന് കിട്ടി. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്കിനിയിപ്പോൾ നേരെ പോയി ഇറങ്ങേണ്ട ടൗണിലാണ്. അപ്പോൾ നമ്മളവിടെ എത്താനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി നമ്മളവിടെ എത്തി മക്കളെ. നമ്മൾ ഹയാനും ദിയമോളും അതൊക്കെയാണ് വീഡിയോയിൽ നിൽക്കുന്ന മക്കളെ. ഹയാൻ നല്ല നീളം, പക്ഷേ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. മാറ്റാനുള്ള ഒരുക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കും. അപ്പോൾ ഹയാനോ പറഞ്ഞ് ഡ്രസ്സ് വേഗം മാറ്റിയെന്ന് പറഞ്ഞ് ഹയാൻ മാറ്റാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിട്ട് ചോറ് വിളമ്പലും കൊടുക്കലൊക്കെയാണ്. പിന്നെ വലിയ ആളാണ് അവിടുത്തെ. അവിടെ ചോറ് വിളമ്പാനും ചെറുപ്പത്തിലേ ഉള്ളതാണ് ഹയാനിക്ക്. ചോറ് വിളമ്പാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനും കല്യാണപ്പന്തലിലേക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന ആളാണ് നമ്മൾ ഹയാൻ. അങ്ങനെ നമ്മൾ ഒക്കെ റെഡിയായി. ഹനാനും ഹംദാനും ദിയമോളും എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. പിയോട്ടി ഒരുക്കണ തിരക്കിലാണ്. ഇടങ്ങാറാക്കല്ലേ മക്കളെ. ഇവർക്ക് ഇടക്കിടക്ക് ഓരോരോ ഉമ്മ തരാൻ വരുത്താണ്, കെട്ടിപ്പിടിക്കലും. ഞാനവിടെ ഇരിക്കുമ്പോൾ ഇടങ്ങാറാക്കാൻ ഇടക്കിടക്ക് വരും. അപ്പോൾ അനിമോൾ മാറ്റി. അനിമോൾ നല്ല അടിപൊളി ഡ്രസ്സാണ് ഇട്ടിക്കുന്നത്. വായലിങ്ങനെ ബബിൾക്ക ബല് കൊണ്ടുപോയി കൊടുത്താന്നുണ്ട്. എല്ലാവരും കൂടി തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. പിയോട്ടി ഒരുങ്ങാണ് അപ്പുറത്തുനിന്നും. അങ്ങനെ പിയോട്ടി ഒരുങ്ങുന്നത് കാണാനൊന്ന് ഞാൻ പോയി നോക്കി ഇങ്ങോട്ട് പോകുന്നു മക്കളെ. ഞാനൊരു കസാലിയിട്ട് ഇവിടെ മുകളിൽ കയറി കുത്തിരിക്കുകയാണ്. അവിടെ നല്ല താഴത്ത് നല്ല തിരക്കാണ്. അപ്പോൾ ഇവർ കയറി ഇറങ്ങി കളിക്കുന്നുണ്ട്. ഹനാന് അംദാന് ആനിയൊക്കെ തട്ടൊക്കെ തലയിലിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല ഡ്രസ്സുണ്ട് കാണാൻ, എൻ്റെ ആനിമോളെ ഡ്രസ്സ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും. എനിക്ക് നല്ല പേടിയുണ്ട്, മക്കൾ കോണി വന്ന് വീണു പോകുമെന്നുള്ള പേടിയുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആ കോണീൻ്റെ അവിടെ തന്നെ കസാലിയിട്ട് അവിടെ ഇരിക്കുകയാണ്, എൻ്റെ മക്കൾ വരുന്നത് നോക്കിയിട്ട്. പിന്നെ വേറെ എന്തൊക്കെയാ മക്കളെ വിശേഷങ്ങൾ? ഞാൻ എൻ്റെ മക്കളും കൂടി ഓരോ വീഡിയോ ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ബേജാറ്. വീണ് പോകട്ടെ മക്കളെ, വീണ് പോകുക. ഇങ്ങോട്ട് കയറി ഇറങ്ങി കളിച്ചാൽ എന്തെങ്കിലും പറ്റി പോകും നിങ്ങൾക്ക്. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് എനിക്ക്, വീണ് പോകുമെന്നുള്ള. മോളെ ചവിട്ടി പോകുമ്പോളെ ഡ്രസ്സ് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് മക്കളെ. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി പള്ളിയിൽ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയിലാണ് പിന്നെ നിക്കാഹ് നടക്കുന്നത്. അപ്പം പെണ്ണുങ്ങൾക്ക് പള്ളീൻ്റെ ബാക്ക് ഭാഗത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനുള്ള ഒരുക്കത്തിൽ നിൽക്കുമ്പോഴാണ് ആനിമോളും നിയമോളും എന്തോ വർത്താനം പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണ് മക്കളെ. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ എൻ്റെ മരുമോള്. ഞാനും മരുമോളും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോനും ഉണ്ട്. അപ്പോൾ മോനപ്പുറത്ത് അന്താനുമായിട്ട് തുറന്നെടുക്ക് പോലെ അങ്ങനെ അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ മോനാണ് കേട്ടോ മക്കളെ. ഇത് എൻ്റെ മോനും എൻ്റെ മരുമോളും എൻ്റെ മോൻ്റെ അമ്മോശാങ്ക പിന്നെ എൻ്റെ മക്കൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് കഥ അറിയാം. ബീച്ചിൻ്റെ ഭാഗത്താണ് കേട്ടോ മക്കൾ. ഇതാ കണ്ടില്ല, നേരെ അപ്പുറത്ത് ബീച്ചാണ്. അപ്പോൾ എല്ലാവരും കഥ പറഞ്ഞ് നിൽക്കുക. നമ്മൾ പോകാൻ വലിയാപ്പ പിന്നെ കടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല. പള്ളിയിലേക്ക് വന്ന് നിക്കാഹിന് വേണ്ടി വന്ന്. അപ്പോൾ അനിമോളോട് എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെവിയിൽ. അനിമോളെ കേട്ട് അനിമോൾക്ക് പണ്ടേ ഉള്ളതാണ്. വലിയാപ്പനെ കാണുമ്പോഴത്തേക്ക് ചാടി വികലാണ് മേലേക്ക്. വലിയാപ്പക്ക് പണ്ടത്താരി ആവതില്ല. കട്ടുമല എവിടെയൊക്കെ കയറി നിൽക്കുമ്പോൾ അപ്പം അതിൽ കൂടെ പോണേ കണ്ട വലിയാപ്പ പോണേ കണ്ടാൽ അപ്പോൾ ഒരു ചാട്ടാണ്. അങ്ങനെ നമ്മൾ കഥയും വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഹയാനുണ്ടല്ലോ, വെള്ള ഷർട്ടൊക്കെ കാണിട്ട് വലിയൊരു ഷർട്ടാണ് മക്കളെ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹയാനും നല്ല ഇഷ്ടമാണ് എനിക്ക്. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് വലിയ ഷർട്ട് ഇടുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇനി ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ബീച്ചിൽ കയറി നിൽക്കാൻ സ്ഥലമില്ല, ഒക്കെ നനയും എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു മക്കളെ ഇന്ത്യ നനഞ്ഞു പോയാൽ പാടാണ്, നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് മഴ ഇല്ലാത്ത സമയത്ത് നോക്കി വരാമെന്നൊക്കെ പറഞ്ഞ്. അത് പോരപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞ് ആനിമോക്ക് നമ്മളെ കൂടെ വരണം ബീച്ചിലേക്ക്. ഓൽക്ക് ഇനി വീട്ടിൽ പോയിട്ട് മഹർ കെട്ടാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മഹർ കെട്ടാൻ നിങ്ങൾ കുറേ വിളിച്ച് നിങ്ങൾ വരി മഹർ കെട്ടാനെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞില്ല മക്കളെ, നമ്മൾ നേരെ പോവുകയാണ്, ഇനി മഹർ കെട്ടാനൊന്നും വന്നാൽ ശരിയാവില്ല. അങ്ങനെ മക്കളെ, ഇതാണ് മക്കളെ എൻ്റെ മോനിട്ടോ. നിങ്ങൾ ആയിരിക്കും അപ്പം എല്ലാവരും ചോദിക്കല്ലോ മോനെവിടെ. ഇതാണ് എൻ്റെ മോനിട്ടോ മക്കളെ. അംദാനിക്ക് ആനിമോളെ കൊണ്ടുപോകണം. ആനിമോക്കാണെങ്കിൽ നമ്മളെ കൂടെ വരും വേണം.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ കാരണം കുട്ടികളെ കൊണ്ടിട്ട് ഒരുക്കി പോകണം എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, എല്ലാവരും ഓരോരോ വണ്ടിയും കാറിലും ഒക്കെ ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിനി ഇങ്ങനെ പൊയ്ക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോനും അമ്മോസാങ്കി എൻ്റെ പിന്നെ കുട്ടികളെ വാപ്പിയും വല്യാപ്പിയും എല്ലാവരും കൂടിയും കഥയും പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളെ കൊണ്ടാക്കി ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ ഇവിടുന്ന് ബീച്ചിലേക്ക് ഒന്ന് പോകണമെന്ന് കയറിയിട്ട് അവിടെ നിന്ന് വില ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പോവാം, നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാം കൂടി ലുലു മാളിലേക്ക് വന്ന് ബീച്ചിൽ പോകാൻ കഴിയില്ല. അന്നേരം മഴൻ്റെ ഒരു ചാറിൽ വന്നപ്പോൾ നമ്മൾ നേരെ ലുലു മാളിലേക്ക് വന്ന് അങ്ങനെ ലുലു മാളിൽ വന്ന് ഹനാനിക്ക് ഷൂ കെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവൽക്കുള്ള പരിപാടിയാണ്. എപ്പം നോക്കിയാലും ഇവൽക്ക് ഷൂ കെട്ടി കൊടുക്കണം, എൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ ആ ഷൂ കെട്ടിത്തരി, ഈ ഷൂ കെട്ടിത്തരി, അങ്ങനെ ഷൂവിൻ്റെ കയറൊക്കെ കെട്ടി കൊടുക്കണം. എപ്പം നോക്കിയാലും എന്താ മോനെ ഒക്കെ കെട്ടി കൊടുക്കൽ കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മാളിലേക്ക് കയറാൻ നിൽക്കുകയാണ് കുട്ടികളെ. അപ്പോൾ ലുലു മാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാങ്ങാം, നമുക്ക് അവിടുന്ന് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് കൊണ്ടുവന്നതാണ്. ബീച്ചിൽ കൊണ്ടുവന്നത് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ മഴ പെയ്താൽ കുടുങ്ങി പോകുമല്ലോ വെച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് മീൻ വാങ്ങണം, മറ്റേത് വാങ്ങണം, മറിച്ചത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെയും പറഞ്ഞ് കൊണ്ടുവന്നത്. അങ്ങനെ ഇവർ അതിൽ കയറി പിന്നെ മയങ്ങി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ ഉള്ളിലൊന്നും പകമൊന്നും വെച്ച് നിൽക്കില്ല. കുറച്ച് നേരം കഴിഞ്ഞൊക്കെ മാറി. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി തൂങ്ങണം. പെരി മക്കളെ നമുക്ക് പോകാം, ഒക്കെ കാണട്ടെ, നമുക്ക് മീൻ വാങ്ങണ്ടേ, ചെറിയ കുഞ്ഞു മീൻ വാങ്ങും. ഒരു മീനല്ലേ ഉള്ളൂ, ഒരു മീനും കൂടെ വാങ്ങണം. ആ മീനിൻ്റെ പേടിയാവും. അപ്പോൾ ഒരു മീനും കൂടി വാങ്ങിയാൽ അതിൻ്റെ കൂട്ടായില്ലേ. അപ്പോൾ നമുക്ക് 2 മീൻ അതിൽ വാങ്ങിയിടണം, എന്നാലല്ലേ നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു മീനാകുമ്പോൾ സങ്കടമാവും ആ പാത്രത്തിൽ. അപ്പോൾ ഒന്നും കൂടെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ വല്ല സന്തോഷത്തിൽ പോകുന്നതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ പൈറ്റാറ് മീൻ തന്നെ ഉള്ളൂ, വേറെ സൈസില്ല. ഞാൻ പറഞ്ഞു നമുക്ക് നാളെ ഒരു കവറിൽ പോയിട്ട് വേറെ സ്ഥലത്ത് പോയി വാങ്ങാറ് അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ദിയമോള് പറഞ്ഞു നമുക്കൊന്ന് ബാത്റൂമിൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. കാരണം ദിയമോൾക്ക് മുഖം നന്നാക്കാൻ ചുണ്ടൊന്ന് ചോപ്പിക്കാനാണ് വന്നത്. മക്കളെ കണ്ടില്ല ചുണ്ടൊക്കെ പെയിൻ്റ് അടിച്ചോണ്ട് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചുണ്ട് ടവലോട് ഇങ്ങനെ തുടച്ചും കൊണ്ട് എടുത്ത്, അത് നിങ്ങൾ കണ്ടില്ലല്ലോ മക്കളെ, ചുണ്ടും കൂടെ തുടച്ചും കൊണ്ട് എടുത്ത് ലേശം ടവലിൻ്റെ മുകളിൽ. കാരണം അത്ര കളറ് വേണ്ട മോളേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും എൻ്റെ മക്കളും എല്ലാം കൂടിയതാ. മക്കളെ എവിടെയാണ് അങ്ങനെ ഹനാനും ഹംദാനും അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് ഹനാനും ഹംദാനും ലുലുമാളിൽ നിന്ന് പിന്നെ പേടിക്കാനേ ഇല്ല കേട്ടോ. അവിടെ നിന്ന് എവിടെയും പോവില്ല, അവിടെ തന്നെ തിരിഞ്ഞ് കളിക്കും അവർ. അതിനോടൊരു സമാധാനമുണ്ട്, പേടിക്കാനൊന്നുമില്ല. എൻ്റെ മക്കൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നോക്കടാ. പിന്നെ അങ്ങനെ നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ കലുവക്കോര നല്ല രസമാണ് മക്കളെ. അങ്ങനെ കലുവക്കോര ഒന്ന് കണ്ടപ്പോൾ ഞാനൊരു കിലോ കലുവക്കോര അങ്ങോട്ട് വാങ്ങി കുട്ടികളെ. നല്ല അടിപൊളി കലുവക്കോരാണ്. 240 ഉറുപ്പിയാണ് കിലോന്. അപ്പോൾ നല്ല അടിപൊളി കലുവക്കോരാണ്. അപ്പോൾ ഒരു പറഞ്ഞ് ഞങ്ങൾ മുറിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ മുറിക്കാൻ ഓരോ ഏൽപ്പിച്ച് വലിയ സ്രാവും എന്തെല്ലോ മീനുകളൊക്കെ ഉണ്ട് മക്കളെ. അപ്പോൾ ഏതായാലും വേണ്ടില്ല ഈ കലുവക്കോര വാങ്ങി മുറിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി. എൻ്റെ ഹംദാനിക്ക് ഈ കലുവക്കോര മീനൊക്കെ കണ്ടിട്ട് പേടിയാകും. വലിയ മീനൊക്കെ കണ്ടിട്ട് എന്താ അത് മീനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ മോന്. അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിക്കനാണെങ്കിൽ 190 കിലോന്. ചിക്കനൊക്കെ നല്ല വില കുറഞ്ഞ്. അപ്പോൾ ഞാനൊരു കിലോ ചിക്കനും വാങ്ങി. ചിക്കനൊക്കെ നല്ല ചെറിയ ചിക്കനാട്ടോ മക്കളെ. അപ്പോൾ അതും 1 കിലോ വാങ്ങി, ഇതും വാങ്ങി. അങ്ങനെ എല്ലാം കൂടെ വാങ്ങി മക്കളെ. നമ്മൾ പിന്നെ അതാ കേക്കിൻ്റെ ഒരു അടിപൊളി ഒന്നും പറയേണ്ട മക്കളെ. എത്ര കേക്ക് ഇങ്ങനെ ഉണ്ടാവലില്ല. ഇന്ന് ഒരുപാട് കേക്കുകളുണ്ട്, പല ഐറ്റം കേക്കുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ പൊറോട്ട വാങ്ങണം. ആ കുട്ടീനെ കണ്ട് അപ്പോൾ ഓനോട് പറഞ്ഞ ഒരു 5 പൊറോട്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് അടുത്തത് നിങ്ങൾക്ക് തരട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ അടുത്തത് നമുക്ക് കിട്ടും. അപ്പോൾ വേറെ ആൾ പറഞ്ഞു നമുക്ക് അപ്പോൾ ഇത് വലിക്കുള്ളാണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓനോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങക്കാണ് ഇത് ചുടണതെന്ന് പറഞ്ഞ്. അപ്പോൾ ഓനെപ്പോഴും ഞാൻ വാങ്ങണതിനെ കൊണ്ട് എനിക്ക് നല്ല പരിചയം തന്നെ. അപ്പോൾ ഇങ്ങനെ ചിരിച്ച് എന്തേ കുറച്ച് ദിവസമായാലോ വന്നിട്ട് എന്ന് പറഞ്ഞു. ഞാൻ പൊറോട്ട വാങ്ങാൻ വരായിട്ടാണ് മോനെ. സാധാരണ ഇവിടെ വരുമ്പോൾ ഞാൻ കാണലുണ്ട് എന്നെ. പിന്നെ എനിക്ക് വല്ല തിരക്കായതിനെക്കൊണ്ട് ഞാൻ എന്നെ കാണാനും നോക്കാനും നിൽക്കായിട്ടാണ് വരലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ശരി, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ദിവസമായി. പൊറോട്ട വാങ്ങലുണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴും അവനെ കാണലുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിലെ പോകുമ്പോഴും നോക്കലുണ്ട്. ചില സമയത്ത് നോക്കാതെ അങ്ങോട്ട് പോയി പോണതാണ്. അപ്പം എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു നല്ല സ്നേഹമുള്ള മക്കളാട്ടൊക്കെ, നല്ല സ്നേഹമുള്ള ഐറ്റികളൊക്കെ കോട്ടയത്തും കൊല്ലം കോട്ടയം എവിടെക്കോ ഉള്ള കിറ്റിങ്ങളൊക്കെ മലപ്പുറത്തുള്ള ഐറ്റിങ്ങളുണ്ട്. ഒരു മലപ്പുറക്കാരൻ ഒരു കുട്ടി ഉണ്ടായിന്. ഓന്